അപ്പോൾ ഇന്ന് നമ്മളെ സൗണ്ട് ഒരപ്പം പ്രശ്നം കാണും, വേറെ ഒന്നുമല്ല. നമ്മൾ മൈക്ക് ഇന്നലെ സ്റ്റുഡിയോ എടുത്തിട്ട് അവിടെ വെച്ചിരിക്കും. അല്ല, ഇന്ന് നമ്മളിങ്ങനെ ഒരു പ്ലാൻ, വ്ളോഗ് രാവിലെ എടുക്കുമെന്നുള്ളൊരു പ്ലാൻ ഇല്ലായിരുന്നു. ഇതിന്റെ കാര്യം ഓർമ്മ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ആറ്റിങ്ങിൽ ചെന്ന് അവിടെ നിന്നാണ് പോകുമെന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ അത് ചെറിയൊരു ചേഞ്ച് വന്നു. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് പോവുകയാണ്. ഇപ്പൊ ഡയറക്റ്റ് നമ്മൾ ആറ്റയിൽ അങ്ങോട്ട് പോവുകയാണ്. ഫ്രോൺ പി സി അവിടെ നിന്ന് അവനെ പിക്ക് ചെയ്യും. അവിടെ നിന്ന് പിക്ക് ചെയ്യണം. വേറെ കുറച്ച് സാധനങ്ങൾ അത് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പൊ അതിനാണ് ഇപ്പം ഇതിന്റെ ഇടയിൽ നമ്മൾ വ്ളോഗ് എടുക്കൂല, കാരണം മൈക്കില്ല. അപ്പം സൗണ്ട് പ്രശ്നം വരും. വലിയ കുഴപ്പം കാണില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ സാധാരണ വണ്ടിക്കകത്തിന് എടുത്തിട്ടേക്കും ഇപ്പൊ മൈക്കല്ല. പക്ഷെ ഇന്നലെ എടുത്തില്ല. ഞാൻ എന്നിട്ട് ആലോചിച്ചു എടുത്ത് വണ്ടിക്കകത്ത് ഇടണമോ എന്ന് ആലോചിച്ചു. പിന്നെ വിചാരിച്ചു നമ്മൾ നേരെ അങ്ങ് പോകുമെന്നുള്ള എക്സ്പെക്ടേഷൻ. പോയിട്ടാണ് പോകുന്നത് എന്നായിരുന്നു പ്ലാനിങ്. കുറച്ച് ഡിലേ ആയത് കാരണമാണ് അത്. പിന്നെ അപ്പൊ ഇന്നൊരു ലൈവ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെന്നിട്ട് ഈ വണ്ടി ഒന്ന് ചാർജ് ചെയ്തിടും. അപ്പോഴത്തേക്ക് എന്നിട്ട് നമ്മൾ ലൈവ് പോകും. വേറെ ഒന്നും നമ്മൾ നെക്സ്റ്റ് ഓപ്പോസിറ്റ് ഒരു ഓഫർ നമ്മൾ ചെയ്യുന്നുണ്ട്, അതിന്റെ ലൈവ് ആണ്. ഇന്നലെ ലൈവ് ഇട്ടപ്പോഴത്തേക്ക് നമ്മൾ പ്ലാനിങ് ടൈമിങ്ങിൽ കുറച്ച് വ്യത്യാസം വന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 4 മണി തൊട്ട് 6 മണി വരെയാണ് നമ്മൾ സെയിൽ വെച്ചിരുന്നത്. അപ്പൊ അതിന് മുന്നേ ബാക്കി എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കിയൊക്കെ വെച്ചിരുന്നു. പക്ഷേ പ്രോഡക്റ്റും നമ്മൾ കുറച്ചൊക്കെ അപ്ലോഡ് ചെയ്തു. ഇതിനിടയ്ക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മളത് കുറച്ച് അധികം വീഡിയോ ചെയ്യണമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് നമ്മൾ മറ്റുള്ള വീഡിയോസും, കാരണം അക്കൗണ്ട് ലാസ്റ്റ് 1 month ആയിട്ടൊന്നും ആക്റ്റീവ് അല്ലായിരുന്നു, ഓപ്പോസിറ്റ് അക്കൗണ്ട്. അപ്പൊ അതൊന്ന് ആക്റ്റീവ് ആക്കിയിട്ട് എടുക്കണമെന്ന് നമ്മൾ വിചാരിച്ചാൽ പിന്നെ 2-3 വീഡിയോ ചെയ്യണം, ഒന്ന് പോസ്റ്റർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് അതൊന്നും പോസിബിൾ ആയി. കാരണം വർക്ക് ഹെവി ആയത് കാരണം നമുക്ക് അത് 2 വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അപ്പൊ അക്കൗണ്ട് കുറെ നാളായില്ലേ, നമ്മളാ ജനുവരിയിൽ 2 വീഡിയോ ഇട്ടിട്ടുള്ളൂ. അപ്പം ഭയങ്കര ഇനാക്റ്റീവ് ആയിരിക്കും. ഫസ്റ്റ് ടൈം ലൈവ് പോയപ്പോൾ അത്യാവശ്യം പേര് 6-7 പേര് ഒറ്റയടിക്കും കയറി ഒരു. പക്ഷേ സംഭവം നമ്മൾ മൈക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് എടുക്കുന്നില്ല. അത് ഫോണിൽ ബാക്കിയെല്ലാം എടുക്കുന്നുണ്ട്, പക്ഷെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് ആ മൈക്ക് യൂസ് ചെയ്യുന്നില്ല ലൈവ് പോകുമ്പോൾ. നമ്മളെ സൗണ്ട് വെച്ച് ബാക്കി കിളികളുടെയും എല്ലാത്തിന്റെയും സൗണ്ട് അവിടെ കേൾക്കാം. കുറച്ച് ദൂരെയാണ് റോഡ് വരുന്നത്. ആ റോഡിൽ കൂടെ പോകുന്ന വണ്ടിയുടെ സൗണ്ട് അത് എങ്ങനെ കിട്ടിയെന്നോ കിളിയൊക്കെ സൗണ്ട് നല്ലോണം കേൾക്കാൻ പറ്റുമായിരുന്നു. ഗോലൈവ് കൊടുത്തപ്പോഴാണ് മനസ്സിലായത് സ്ട്രീം ലാബ്സ് വന്നെങ്കിലേ പറ്റുള്ളൂ. ഡയറക്റ്റ് ഇല്ലായിരുന്നു, സ്ട്രീം ക്യൂ വെച്ചായിരുന്നു. പിന്നെ സ്ട്രീം ലാബ്സ് ഇൻസ്റ്റാൾ ചെയ്തപ്പം കാനോണിന്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തപ്പോഴത്തേക്കും അതിൽ വിഷ്വൽ സ്റ്റുഡിയോ എടുക്കുന്നില്ല. അപ്പൊ അത് ഇൻസ്റ്റാൾ ആയാലേ സോഫ്റ്റ്വെയർ എടുക്കുള്ളൂ. അപ്പൊ അങ്ങനെ കുറെ സമയം എടുത്തത്, കുറച്ച് ഡിലേ വന്നത് അതുകൊണ്ടാണ്. അപ്പൊ പിന്നെ ഒരു കാര്യം, നമുക്ക് ഇതിനൊക്കെ മൊത്തത്തില്ല നമ്മൾ അതിന്റെ പ്രൊമോഷൻ നമ്മൾ വേറെ പുറത്തല്ല, നമ്മൾ തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്ത് എന്നിട്ട് സെയിൽസ് നടത്താമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് നടന്നില്ല. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാം, എല്ലാവരിലൊക്കെ എത്തണമല്ലോ. നമ്മൾ വിചാരിച്ചു നമ്മൾ 2 മണിക്കൂർ മതി എന്നാണ് വിചാരിച്ചത്. നമ്മളിപ്പം ഡ്രോപ്പ് സെയിലായിട്ടില്ല, നമുക്ക് ഇപ്പം 1 month ഫുള്ള് ഓഫർ ഇടാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഐഡിയ. അപ്പോൾ നമ്മൾ ബാക്കി അതിന്റെ വീഡിയോസ്, കാര്യങ്ങൾ, ഡിസൈൻസിന്റെ ഒക്കെ ഇൻഡിവിജ്വൽ വീഡിയോസും കൂടെ കംപ്ലീറ്റ് അത് ടൈം കിട്ടും. എടുത്തു വെച്ചിട്ടുണ്ടല്ല, എഡിറ്റിംഗ് ആയിരുന്നു പ്രശ്നം. അപ്പം അതും ഒരുവിധം സോൾവ് ആയി വരുന്നുണ്ടല്ലേ. എഡിറ്റിങ്ങിന്റെ നമ്മൾ 2 പേരെ ഉള്ളായിരുന്നു, അപ്പം നമുക്ക് 3 പേരായിട്ടുണ്ട്. ഒരാളും കൂടെയൊക്കെ 4 പേര്, ഉടനെ 4 പേരാവും. ഒരാളും കൂടെ ജോയിൻ ചെയ്യും. അപ്പം മൊത്തത്തിൽ 4 പേരായി. ഇപ്പം 2 പേരെ ഉള്ളായിരുന്നു. അപ്പോൾ അതായിരുന്നു ഒരു വിഷയം. അപ്പോൾ അത് ഒരുവിധം നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി തൊട്ട് നമ്മൾ കുറച്ചും കൂടെ വീഡിയോസ് ഫാസ്റ്റർ ആക്കും. അപ്പോൾ അതിനോടൊപ്പം ബാക്കി നമ്മുടെ വീഡിയോസ്. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ കൂടുതൽ പറയുന്നില്ല, കാരണം സൗണ്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. പ്രശ്നമാണെങ്കിൽ നമ്മളൊന്നും എടുക്കുന്നതിന് ശേഷം ഒന്നുകൂടെ പറയാം. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇത് നമ്മൾ റീക്രിയേറ്റ് ചെയ്തെടുക്കും. കാണാം. അപ്പോൾ നമ്മൾ ടോൺ ബീച്ചിലെത്തിയിട്ട് അപ്പോൾ നമ്മൾ അജയെ പോയി പിക്ക് ചെയ്തു. അവിടെ പഠിച്ചിട്ട് വരണില്ല, ലൈവിനുള്ള സെറ്റപ്പില്ല നമ്മൾ ചെയ്തു വെച്ചു. അപ്പൊ നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ലൈവ് പോകുന്നു. ലൈവ് പോണതിന്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് പോസ്റ്റ് കൊണ്ട് അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പം ലൈവ് ഇരുന്ന് അപ്ലോഡ് ചെയ്യാം. അതോടെ ചെയ്യാം. 2 കൂടെ നടക്കട്ടെ. പറ്റിയാൽ നാളെ വന്നുള്ള ഒരു ലിമിറ്റ് വരാം. നോക്കട്ടെ ഉറപ്പ് പറയാൻ പറ്റില്ല. വീഡിയോസ് നാളെ തൊട്ട് നമ്മൾ വീഡിയോസ് ഇൻഡിവിജ്വൽ വീഡിയോസ് ഇടുന്നതായിരിക്കും. ഓരോ ഡിസൈൻസിന്റെ വീഡിയോസ്. അപ്പം വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഈ ഫോട്ടോസ് എത്രത്തോളം ജസ്റ്റിഫൈബിൾ ആണെന്ന് നിങ്ങൾക്ക് പറയുന്നത്. അപ്പോൾ വീഡിയോസിൽ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ എൻ്റെ ക്വാളിറ്റി അറിയാൻ പറ്റും, ക്വാളിറ്റിയും ഡിസൈൻസിൻ്റെ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഓക്കെ.